ഉത്തർപ്രദേശിൽ എസ്.പിയുടെ തിരിച്ചുവരവും ബി.ജെ.പിക്കുണ്ടായ തിരിച്ചടിയും പോലെ ശ്രദ്ധേയമാണ് നാഗിന മണ്ഡലത്തിൽ ചന്ദ്രശേഖർ ആസാദിന്റെ വിജയം. ബി.ജെ.പിയും എസ്.പിയും ബി.എസ്.പിയും മത്സരിച്ചിടത്താണ് ആസാദ് ഒറ്റയ്ക്ക് നിന്ന് 1,51,473 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ബി.ജെ.പിയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും ശക്തനായ വിമർശകനാണെങ്കിലും ആസാദിന്റെ ജയം കൂടുതൽ ഭയപ്പെടുത്തുന്നത് ബി.എസ്.പി നേതാവ് മായാവതിയാണ്. യു.പിയിൽ ബി.എസ്.പിയെ മറികടന്ന ദളിത് രാഷ്ട്രീയത്തിന്റെ പുത്തൻ മുഖമായി ചന്ദ്രശേഖർ ആസാദും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആസാദ് സമാജ് പാർട്ടിയും മാറുന്നതിന്റെ സൂചനയാണോ ഈ ഫലം? യു.പിയിൽ തകരുന്ന ബി.എസ്.പിക്കും മായാവതിക്കും ബദലായി ദളിത് മുന്നേറ്റത്തിന്റെ മുഖമായി ആസാദ് മാറുമോ? രണ്ടായിരത്തി ബി.എസ്.പി സ്ഥാപകൻ കാഞ്ചിറാമിന്റെ ജന്മദിനത്തിലാണ് ആസാദ് തന്റെ പാർട്ടി രൂപീകരിച്ചത്. കാഞ്ചിറാമിന് പൂർത്തീകരിക്കാനാകാത്ത ലക്ഷ്യം പൂർത്തിയാക്കുകയാണ് ആസാദ് സമാജ് പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് അന്ന് ആസാദ് പറഞ്ഞത്. നാഗിനയിൽ ആസാദ് നേടിയത് 5,12,552 വോട്ടുകൾ. 2019 5,68,378 വോട്ടുകൾ നേടുകയും 1,68,832 വോട്ടിന് ജയിക്കുകയും ചെയ്ത ബി.എസ്.പിക്ക് ഇത്തവണ കിട്ടിയതാകട്ടെ വെറും 13,272 വോട്ടുകൾ. അതായത് ആകെ പോൾ ചെയ്തതിന്റെ 1.33% മാത്രം. ഒരേ ഒരു മണ്ഡലത്തിലാണ് ആസാദ് സമാജ് പാർട്ടി മത്സരിച്ചത്. എങ്കിലും നഗിന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിഭാസമല്ല ഇത്. യു.പിയിലാകെ വ്യാപിക്കാനിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ തരംഗത്തിന്റെ തുടക്കമാണ്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവിടെ മായാവതിയുടെ പാർട്ടി ശോഷിച്ചു വരികയാണ്. സ്വന്തം സമൂഹത്തിന്റെ പ്രതിനിധിയായി അവരെ കാണാൻ ദളിത് ബഹുജൻ വിഭാഗങ്ങൾ മടിച്ചു തുടങ്ങിയിരിക്കുന്നു. മായാവതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം സ്വത്വത്തെയും രാഷ്ട്രീയ അസ്തിത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുഖവും പ്രസ്ഥാനവും വേണം. ആ റോളിലേക്കാണ് നിലവിൽ ആസാദിന്റെ വരവ്. 2015 ദളിത് വിഭാഗത്തിന്റെ അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഭീം ആർമി പ്രസ്ഥാനം രൂപീകരിച്ചാണ് ആസാദിന്റെ രാഷ്ട്രീയ പ്രവേശം. അന്ന് ആസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്: ദാസന്മാരായി തുടരാനല്ല, രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരാകാനാണ് ഞങ്ങളുടെ പോരാട്ടം. പല സമരവേദികളിലും ബി.ജെ.പിയുടെ തീവ്ര ഹിന്ദുത്വ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ആസാദിന് ദളിത് സമൂഹത്തിന് പുറത്തുനിന്നും ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ നടത്തിയ ആസാദിന്റെ പ്രതിഷേധങ്ങൾ ആ പിന്തുണ വർദ്ധിപ്പിച്ചു. ദളിതുകൾക്കൊപ്പം മുസ്ലിം വോട്ടുകളും വിധിയെ സ്വാധീനിക്കുന്ന നഗിന മണ്ഡലത്തിൽ ആസാദിന്റെ വിജയത്തിന് ഇതും കാരണമായി. ദേശരക്ഷാ നിയമം ഉൾപ്പെടെ ചുമത്തപ്പെട്ട് പലതവണ ജയിലിൽ പോയി. 2023 കാറിൽ സഞ്ചരിക്കുമ്പോൾ എതിരാളികളുടെ വെടിയേറ്റു. എന്നാൽ തോറ്റു പിന്മാറാൻ ആസാദ് തയ്യാറായില്ല. കഴിഞ്ഞ 30 വർഷമായി യു.പിയിൽ ദളിത് രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു മായാവതി. പക്ഷെ പാർട്ടിയുടെ വളർച്ച നിലച്ചിട്ടും തളർച്ച തുടങ്ങിയിട്ടും നാളേറെയായി. ബി.എസ്.പിക്കുള്ളിൽ തന്നെ മായാവതിയോട് കടുത്ത എതിർപ്പുണ്ട്. ആസാദ് നടത്തിയ പല സമര പരിപാടികളിലും കാഞ്ചിറാമിന്റെ സഹോദരി ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ഇതിന്റെ ഉദാഹരണം മാത്രം. 2009 27% വോട്ടുമായി യു.പിയിൽ ഏറ്റവും അധികം വോട്ട് വിഹിതമുണ്ടായിരുന്ന ബി.എസ്.പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 9% വോട്ട് മാത്രമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ 10 സീറ്റുകൾ ബി.എസ്.പി നേടിയിരുന്നു. മായാവതി പലതവണ യു.പി മുഖ്യമന്ത്രിയായി. എന്നാൽ ദളിത് വിഭാഗങ്ങളുടെ ശബ്ദമായിരുന്ന ബി.എസ്.പിയെ പ്രതിനിധീകരിച്ച് ഒരൊറ്റ എം.പി പോലും ഇത്തവണ ലോക്സഭയിലില്ല. അവിടെ പക്ഷേ രാജ്യത്തെ ദളിത് സമൂഹത്തിന്റെ ശബ്ദമാകാൻ ആസാദും അയാളുടെ പാർട്ടിയും ഉണ്ടാകും.